ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ മഞ്ഞ കറ പിടിച്ചിട്ടുള്ള ബാത്റൂമൊക്കെ നമ്മൾ ബ്രഷ് പോലും ഉപയോഗിക്കാണ്ട് ഉരച്ച് കഴിവാണ്ട് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ അടുക്കളയിൽ നമുക്ക് സഹായകമായിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ചേർത്തുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കോൾഡ് വന്നിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വോയിസിന് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. പ്ലീസ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. നമ്മുടെ ആദ്യത്തെ ടിപ്പ് വന്നിട്ട് ബീൻസും പയറും ഒക്കെ അരിഞ്ഞെടുക്കാനായിട്ട് കുറേ സമയം വേണ്ടി വരാറുണ്ടല്ലേ. പക്ഷേ പയറിൻ്റെയൊക്കെ ഉപ്പേരി കൂട്ടി ചോറ് കഴിക്കാനായിട്ട് വേറെ ഒരു കറിയും ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ ഒരു ടിപ്പ് കണ്ടു നോക്കൂ. ഇനി ബീൻസ് ആയാലും പയറായാലും നമുക്ക് നിമിഷ നേരം കൊണ്ട് അരിഞ്ഞെടുക്കാനായിട്ട് കഴിയും. എത്ര കിലോ ആയാലും ആദ്യം നമുക്ക് ബീൻസ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ലെവലിലൊന്ന് അടുക്കിയെടുക്കണം. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വരുന്നതനുസരിച്ച് റബ്ബർ ബാൻഡ് പിറകിലോട്ട് മാറ്റി കൊടുത്താൽ മതി. എത്ര കിലോ ആയാലും നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. നോക്കിയേ, നല്ല പൊടിയായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതും വളരെ എളുപ്പത്തിൽ. സദ്യയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നമുക്ക് സമയം ലാഭമായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെക്കുന്ന ബീൻസ് ആയാലും പയറായാലും നമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്ത് കറി വെക്കുമ്പോൾ അതിന് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളറൊന്നും കിട്ടാറില്ല, വാടിയൊക്കെ ഇരിക്കാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്നൊരു ടിപ്പാണ് അടുത്തത്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് കറി വെക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഗ്രീൻ കളറൊന്നും നഷ്ടപ്പെടത്തില്ല. ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും കേട്ടോ. തീർച്ചയായിട്ടും ജോലിക്ക് പോകുന്നവർക്ക് ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാവും. നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ് 2 ദിവസം കഴിഞ്ഞിട്ട് തോരൻ വെച്ചതാണ് കേട്ടോ ഇത്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും തന്നെ മാറിയിട്ടില്ല. അതുപോലെ തന്നെ നല്ല ഗ്രീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഗോതമ്പൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം പെട്ടെന്ന് പുഴുക്കുത്ത് വരാറുണ്ടല്ലേ. പ്രത്യേകിച്ചും തണുപ്പ് സമയങ്ങളിൽ ഗോതമ്പ് പൊടി കേടാകാണ്ട് വർഷങ്ങളോളം സൂക്ഷിക്കാൻ ഈ ഒരു ടിപ്പ് മാത്രം മതി കേട്ടോ. ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഗോതമ്പ് പൊടി സൂക്ഷിക്കാറ്. നമ്മൾ ഗോതമ്പ് പൊടി വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കായത്തിൻ്റെ ഡപ്പ ഉണ്ടാവുമല്ലോ, അത് വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയിൽ പുഴുക്കുത്ത് വരത്തില്ല. അതുപോലെ തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു ടിപ്പ് അറിയാത്തവർ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ അടുത്ത ടിപ്പ് മുളക് പൊടി സൂക്ഷിക്കുന്നതാണ് കേട്ടോ. നമ്മൾ മുളക് പൊടി ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുമ്പം കുറച്ച് കഴിയുമ്പം അതിനൊരു കളർ ചേഞ്ച് വരാറുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും വ്യത്യാസമാവാറുണ്ടല്ലേ. പിന്നെ നമുക്ക് ആ മുളക് പൊടി ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല, കളയാനേ കൊള്ളാവും. അപ്പം ഈ ഒരു രീതിയിൽ ഇനി മുതൽ മുളക് പൊടി സൂക്ഷിച്ചു വെച്ചോളൂ. മുളക് പൊടി ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായി നമുക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും അതിന് മുകളിൽ അടുത്ത ലെയറായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ലെയറായിട്ട് മുളക് പൊടി ഉപ്പുമായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും മുളക് പൊടിക്ക് കളർ ചേഞ്ച് വരത്തില്ല കേട്ടോ. പെട്ടെന്ന് പൂത്തു പോകത്തുമില്ല. നമ്മൾ കറിയിൽ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഉപ്പ് ബാലൻസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തതിൽ ഏതെങ്കിലുമൊക്കെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടിപ്പ് ബാത്റൂം ക്ലീനിങ്ങിൻ്റെയാണ് കേട്ടോ. മഞ്ഞ കറ പിടിച്ച് വല്ലാണ്ട് സ്മെല്ലുള്ള ബാത്റൂം നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും. 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് പോലെ നല്ല സുഗന്ധമുള്ളതും കണ്ണാടി പോലെ തിളങ്ങുന്നതുമാക്കി കിട്ടും. അത് നമ്മൾ ബ്രഷ് വെച്ച് ഉരച്ച് കഴുകി ഒന്നും തന്നെ ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്.
നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സുഗന്ധമാണ് ഓറഞ്ചിൻ്റേത്. ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ഓറഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ എസൻസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഒരു വെള്ളത്തിന് തന്നെ ഓറഞ്ചിൻ്റെ കളറാവും. അതുപോലെ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ബാത്റൂം കഴുകുകയാണെങ്കിൽ അഴുക്ക് പോകുമെന്ന് മാത്രമല്ല ബാത്റൂമിനുള്ളിൽ നല്ല സുഗന്ധമായിരിക്കും. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ബാത്റൂമിൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു ഇളം ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ. ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ബാത്റൂം ആയാലും കിച്ചൺ സിങ്ക് ആയാലും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അണുക്കൾ പെട്ടെന്ന് ചത്തുപോയിക്കോളും. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലൊക്കെ ഉള്ള പാറ്റ അങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. രാത്രിയിൽ നമ്മൾ ബാത്റൂമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ക്ലോസറ്റ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫ്ലഷ് ചെയ്യുന്നില്ല. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച വരെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ക്ലോസറ്റിനുള്ളിലുള്ള മഞ്ഞ കളറൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനുള്ളിൽ നല്ലൊരു സുഗന്ധമായിരിക്കും. ഒരുപാട് മഞ്ഞക്കറ കുത്തിയിട്ടുള്ള ക്ലോസറ്റ് ആണെങ്കിൽ ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്ത് നോക്കൂ. എന്നിട്ട് രാവിലെ ഫ്ലഷ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ല വെള്ള കളറായിട്ട് നിങ്ങൾക്ക് ക്ലോസറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് വാഷ് ബേസിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രെയിനേജ് ഹോൾസിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ രീതിയിലുള്ള ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പാറ്റയുടെയൊക്കെ ശല്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. 1-2 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാറ്റയുടെയൊക്കെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കിച്ചൺ സിങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മിക്കപ്പോഴും നമ്മുടെ അടുക്കളയിലേക്ക് പാറ്റ വരുന്നത് ഈ കിച്ചൺ സിങ്കിൻ്റെ ഹോൾ വഴിയാണ്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓറഞ്ചിൻ്റെ തോല് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത്. ഓറഞ്ചിൻ്റെ തോല് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങുമ്പം ചെറിയ കണ്ടെയ്നറുകൾ കിട്ടാറുണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലുള്ളത്. ഇതിൻ്റെ അടപ്പിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തോല് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാത്റൂമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ നമ്മൾ ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്ത്. ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ഷെയർ ചെയ്ത ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സൗണ്ട് തീരെ മോശമാണെന്നറിയാം, എന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.